ശ്രീ സേനാപതി വേണു, രാഷ്ട്രവിരുദ്ധത കോൺഗ്രസിന്റെ മുഖമുദ്രയായി മാറുന്നു എന്ന വിമർശനം കുറേ നാളുകളായി ഉള്ളതാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുറിവുണങ്ങും മുമ്പേ 2 വർഷത്തിന് ശേഷം പാകിസ്ഥാന് ഫ്ലഡ് റിലീഫായി 250 കോടി പ്രഖ്യാപിച്ച സർക്കാരാണ് അന്ന് രാജ്യം ഭരിച്ചത്. അന്ന് പാർലമെന്റിൽ പ്രസ്താവനയുണ്ടായിരുന്നു ഫ്ലഡ് റിലീഫായി 250 കോടി രൂപ പാകിസ്ഥാന് നൽകുന്നുവെന്ന്. അന്ന് അജ്മൽ കസബിനെ തൂക്കിലേറ്റിയിട്ടില്ല. പാകിസ്ഥാൻ ഈ ഭീകരതയുടെ ഈറ്റില്ലമാണ് എന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ്. ഈ സമയത്താണ് അന്നത്തെ UPA സർക്കാർ 250 കോടി ഫ്ലഡ് റിലീഫ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഓരോ സംഭവവും രാജ്യത്തുണ്ടാകുമ്പോഴും രാജ്യം തിരിച്ചടി നൽകുമ്പോൾ ഇതിന് തെളിവെവിടെ എന്ന് ചോദിക്കുകയാണ് കോൺഗ്രസ്. പവൻ ഖേര ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്രത്തോളം ഈ രാജ്യത്തെ സംവിധാനത്തെ അപമാനപ്പെടുത്തിയെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്ര രാഷ്ട്രവിരുദ്ധത കോൺഗ്രസ് പാർട്ടിക്ക് വന്നു ചേരുന്നത്? ഈ രാഷ്ട്രവിരുദ്ധത എന്നുള്ള വാക്കുകൾ ഗുരുമൂർത്തിയെ പോലെയുള്ള ഈ വിഷമനസ്സുകളിൽ നിന്ന് ബഹിർഗമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ രാജ്യം 58 കൊല്ലം ഭരിച്ചവരാ. ഇന്ത്യയുടെ മിലിറ്ററിയുടെ ചരിത്രം 2014 തുടങ്ങിയത്. കേണൽ ഡിന്നി ഇവിടെ ഇരിക്കുന്നു. എത്രയോ സർജിക്കൽ സ്ട്രൈക്കുകൾ, ഒരുപക്ഷെ അദ്ദേഹം നേതൃത്വം കൊടുത്ത രാജ്പൂത് റെജിമെന്റ്, രജപുത്രരാണ്, യുദ്ധം ചെയ്യുന്ന ആളുകളെയാണല്ലോ രജപുത്രർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു റെജിമെന്റിന് നേതൃത്വം കൊടുത്ത നമുക്കൊന്ന് പോകണം. ഇന്ദിരാഗാന്ധി പാകിസ്ഥാൻ സൈനികരെ വിട്ടുകൊടുക്കുകയും നമ്മുടെ 54 പാകിസ്ഥാന്റെ ജയിലിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് രാജ്യത്തിന്റെ ചരിത്രം. ഞാൻ അതിന് മറുപടി അത് കൂടുതൽ വിശദീകരിക്കണ്ട. ഞാൻ പറയാം, ഈ 54 സൈനികർ മിസ്സിംഗ് ആണെന്നും അവർ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരം 91,000 സൈനികരെ മോചിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് അറിവില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ അറിവ് ദേ ആർ ഓൺലി മിസ്സിംഗ്. അവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൂ. അവർ സർക്കാരിന്റെ പരാജയമല്ലേ? പാകിസ്ഥാൻ വളരെ കൃത്യമായി 93,000 തടവുകാരെ ഭാരതത്തിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട് കൊണ്ടുപോയില്ലേ? 93,000 പേർ. 54 ഇന്ത്യക്കാരെ രക്ഷിക്കാൻ കഴിയാത്ത സംവിധാനമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കീഴിലുണ്ടായിരുന്നത്. അപ്പോൾ BJP-ക്കാരുടെ പ്രചരണം അല്ല, നീലിമ അറിയണം. ആ സമയത്ത് ഇന്ത്യയുടെ 54 സൈനികർ BJP-യുടെ പ്രതികരണമാണ്. നമ്മുടെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന വസ്തുതയാണത്. പ്ലീസ്, ആ സമയത്ത് 54 സൈനികർ, മിസ്സിംഗ് സൈനികർ മാത്രമേ ഉള്ളൂ. ഒരു പാകിസ്ഥാന്റെ കയ്യിൽ പ്രിസണർ ഓഫ് വാർ എന്ന് ഒരു കണക്കില്ല. അത് 2 കൊല്ലത്തിന് ശേഷമാണ് അവർ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ളത്. എന്താ പറഞ്ഞ സുൽഫിക്കർ അലി ഭൂട്ടോ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോ അദ്ദേഹമാണ് ഒരു വാർത്ത പുറത്തുവിടുന്നത്. റാവൽപിണ്ടിയിലെ ഒരു ജയിലിൽ അദ്ദേഹത്തെ പാർപ്പിച്ചപ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഭീകരമായ ഭയാനകമായ കരച്ചിൽ കേൾക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്. കേണൽ ഡിന്നി, സാറിന് ഇക്കാര്യത്തിൽ ഒരു ഇത് കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു. ഇത് BJP-യുടെ പ്രചാരണമാണോ? നോക്കൂ, ഞാൻ പറയാൻ നോക്കൂ, ഇതിനകത്ത് ഈ 54 നമ്മളൊരു മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ രാജ്യത്തെ ഒരു സൈനികൻ അത് പാകിസ്ഥാൻ കസ്റ്റഡിയിൽ ഇപ്പം ഭുട്ടോ തന്നെ പറയുകയാണ്, ഞാൻ ജയിലിൽ കിടന്നപ്പം തൊട്ടടുത്ത മുറിയിൽ നിന്ന് രാത്രി കരച്ചിലുകൾ കേൾക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സൈന്യത്തിന്റെ ഒരു വ്യക്തിയാണ്. നമ്മളെക്കാട്ടിയും എന്നെക്കാട്ടിയും ശ്രീ വേണുകാട്ടിയൊക്കെ മുമ്പ് സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് പലരും പൈലറ്റ്സ് ആയിരുന്നു. ആ പൈലറ്റ്സിന് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ കീഴിലുണ്ടായിരുന്നു. അപ്പം 71 യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ ശ്രീ വേണു പറയുന്ന ആ ഒരു കാര്യത്തിലോട്ട് ശരിയാണ്. നമ്മൾ ആ സമയത്ത് മിസ്സിംഗ് ആണെന്ന് മാത്രമാണെങ്കിൽ തന്നെയും 2 വർഷം കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയെങ്കിലും നമുക്ക് അന്ന് വേണമെങ്കിൽ അവരെ തിരിച്ചയക്കാം. നോക്കൂ, ഇപ്പൊ നമ്മൾ ഈ സിന്ധു നദി കരാർ റദ്ദാക്കി. നമ്മൾ എന്തുകൊണ്ട് നമ്മളെ ഈ 54 പേരെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ നടപടി നമ്മൾ എടുത്തില്ല? എന്തുകൊണ്ട് നമ്മൾ ഈ ശക്തമായിട്ട് തന്നെ മറ്റ് പല ഫോറംസിലൊക്കെ നമ്മൾ ആ കാര്യം കൊണ്ടുവന്നില്ല? അപ്പൊ ഇതിനകത്ത് അഗെയിൻ ഞാൻ രാഷ്ട്രീയം കാണാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സൈനികരാണ്, നമ്മളെ ആളുകളാണ്, അവരവിടെ പോയിരുന്നു. വേണ്ട രീതിയിലുള്ള
ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യപരമായിട്ടുള്ളതാണ്. ഞാൻ ആരുടെയും പേരെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഗവൺമെന്റ് ഓഫ് ദ ഡേ, അന്നത്തെ ഗവൺമെന്റ് ഓഫ് ദ ഡേ വേണ്ട നടപടികൾ എടുത്തില്ല. എടുത്തിരുന്നെങ്കിൽ ആ പലരും അത് കഴിഞ്ഞിട്ട് പല ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഈ ജയിലുകളിൽ പോയി അവരവിടെ ഫേക്ക് ആയിട്ടുള്ള രജിസ്റ്റർ കാണിച്ച് അങ്ങനത്തെ ആളുകൾ ഇല്ല എന്ന് പറഞ്ഞ് വന്നു. ഇന്ന് ആ 54 പേരിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പോന്ന് പോലും അറിയത്തില്ല. കാരണം അവരുടെ പേരിൽ ഇന്ന് ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് എനിക്ക് രാഷ്ട്രീയം പറയണമെന്ന് ആഗ്രഹമില്ല. കാരണം അവരെ ഇന്ത്യ എന്നുള്ള രാജ്യം അത് ആ സമയത്ത് ഭരിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അവരെ മറന്നു, നമ്മൾ അവർക്ക് വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടില്ല എന്ന് തന്നെ ഒരു മുൻ സൈനികൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയേണ്ടി വരും. അതാണ് സത്യം, ചരിത്ര വസ്തുത അതാണ്. ആ ചരിത്ര വസ്തുതകളാണ് ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഒരു സെക്കൻഡ് തന്നാൽ മതി. ഈ സൈനികര് പാകിസ്ഥാൻ ജയിലിലുണ്ടെന്ന് പാകിസ്ഥാൻ ഒരു കാലത്തും സമ്മതിച്ചിട്ടില്ല, ഇപ്പോഴും അവർ സമ്മതിക്കുന്നില്ല. അവരുടെ ബന്ധുക്കൾ 2 വർഷത്തിന് ശേഷം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് വേണു അവരൊരിക്കലും സമ്മതിക്കത്തില്ലല്ലോ. അത് ശ്രീ വേണു അതൊരിക്കലും സമ്മതിക്കത്തില്ലല്ലോ. 1971 അവർ തോറ്റിട്ടില്ല എന്ന് പറയുന്ന ഒരു രാജ്യം എങ്ങനെയാണ് നമ്മളെ സൈനികർ അവരെ നിൽക്കുന്നത്? അവരൊരിക്കലും അവരെ ഒറ്റ ഭാഷ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അത് സ്ട്രെങ്ത്തിന്റെ ഭാഷ, ശക്തിയുടെ ഭാഷ. കൈ പിടിച്ച് ബാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർ നേരിട്ട് പെരുമാറൂ. ആ ട്വിസ്റ്റ് ചെയ്താൽ മാത്രമേ അവർ പെരുമാറൂ. അങ്ങനെയാണ് നമ്മൾ 71 ചെയ്തത്, അങ്ങനെയാണ് 65 ചെയ്തത്, അങ്ങനെയാണ് 99 ചെയ്തത്, അങ്ങനെയാണ് പുൽവാമ കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ഇപ്പൊ പഹൽഗാം കഴിഞ്ഞു. ആ ഭാഷ മാത്രമേ പാകിസ്ഥാൻ അറിയൂ. അതിന്റെ ഭാഷയാണ് ഈ സിന്ധു നദി കരാർ നമ്മൾ റദ്ദ് ചെയ്തുള്ള അല്ലെങ്കിൽ സെറ്റിൻ അബാൻസ് ചെയ്ത് ആ ഭാഷ നമ്മൾ ചെയ്യണമായിരുന്നു. അങ്ങനെ ഉള്ള ശേഷിയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. പക്ഷെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഉണ്ടായിട്ട് പോലും നമുക്ക് ആ 54 പേർക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ളത് എടുത്തില്ല എന്ന് ഒരു മുൻ സൈനികമായിട്ടുള്ള ശ്രീ വേണു സമ്മതിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.